ഞാനിന്ന് സതൻ മനുവിൽ ഒരു സ്പെഷ്യൽ മീൻ കറി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മീൻ കറിയിൽ നിന്നൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മെയിനായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് തേങ്ങയില്ലാന്ന് തന്നെയാണ്. അപ്പോൾ കേരളത്തിന് പുറത്ത് താമസിക്കുന്നവർക്കൊക്കെ ഈ ഒരു രീതിയിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സതൻ മനുവിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരോട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ കൂടുതലുള്ള ബെല്ലൈക്കൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ഞാൻ അടുത്ത പ്രാവശ്യം ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. പാനിൽ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മൺചട്ടിയിലോ ചെയ്യാം സാധാരണ മീൻ കറി. എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് മൺചട്ടി ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനതിലേക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പിടി കറിവേപ്പില, ഒരു 5-6 വെളുത്തുള്ളി ചതച്ചത്. അപ്പോൾ ഇത്രയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ മൺചട്ടി ഉള്ളവർ മൺചട്ടിയിൽ തന്നെ ചെയ്യുക കേട്ടോ. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ. മീൻ കറിയൊക്കെ വെക്കുന്ന സമയത്ത് നന്നായിട്ട് കുറുകി കിട്ടും ചാറൊക്കെ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ സവോള ചേർത്ത് കൊടുക്കുവാണ്. സവോള ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസുള്ള 2 സവോള ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 1/2 കിലോ മീനിനുള്ള ഒരു മെഷർമെൻറ്റാണ് കേട്ടോ. അപ്പോൾ 2 സവോള ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തതാണ്. സ്ലൈസ് ചെയ്യാൻ നിൽക്കേണ്ട, ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ അരിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സാധാരണ ചെറിയ ഉള്ളിയാണ് നമ്മൾ മീൻ കറിയിൽ ചേർക്കുന്നത്, പക്ഷേ ഞാനിവിടെ സവോളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം. അത്യാവശ്യം നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതൊന്ന് വഴറ്റുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഓൾറെഡി മീനിനകത്ത് കുറച്ച് ഉപ്പ് പുരട്ടി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളിത് ചെയ്ത് വരുമ്പോഴത്തേക്കും മീനിൽ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ സവോള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്, ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പൊടികളാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മീനിൽ മഞ്ഞൾപ്പൊടി പുരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. അതേപോലെ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുവാണ്. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ ഞാൻ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള ഒരു മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ വഴറ്റണം. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് 2 വലിയ തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ മീൻ കറി കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യാസമുള്ള രീതിയാണ്. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം ഈ തക്കാളിയുടെ പേസ്റ്റ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ പച്ചമണം മുഴുവനായിട്ട് പോകുന്നത് വരെ വേവിക്കണം കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ ടേസ്റ്റൊക്കെ അങ്ങ് മാറും. അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ലെമൺ സൈസുള്ള വാളൻപുളിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. വാളൻപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ ഞാൻ പുളിവെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് കുറച്ചധികം പുളി വേണം. അപ്പം എരിവും അതിനനുസരിച്ചിട്ട് വേണം. അതുകൊണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണം മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഇത്ര തിക്കായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഓൾറെഡി മീനിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതിനനുസരിച്ചിട്ട് ഞാൻ ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കാരണം മീൻ ഇട്ടതിന് ശേഷം നമ്മളിതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ആ പുളി വെള്ളം എല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ പുളിയുടെ പച്ചമണം മാറുന്നത് വരെ നമ്മളിത് വേവിക്കണം കേട്ടോ. പുളിയുടെ പച്ചമണം മാറാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ടേസ്റ്റ് കാണില്ല. അതുകൊണ്ട് നന്നായിട്ട് തിളപ്പിക്കണം. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞിട്ടുണ്ട്.
ഈ ഒരു സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് മീൻ ഞാൻ ആഡ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പുതിയാപ്പിള എന്നാണ് പറയാറ്. അപ്പോൾ എന്താണ് കിളിമീൻ ആണെന്ന് തോന്നുന്നു ബാക്കിയുള്ള സ്ഥലങ്ങളിൽ. എനിക്ക് ശരിക്കും പേരറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പുതിയാപ്പിള എന്നാണ് പറയാറ്. ഞാൻ ആ മീനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 1/2 കിലോ മീനാണ്. അപ്പോൾ ഞാൻ മീനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കണം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മീൻ ആഡ് ചെയ്യുന്നതിന് മുമ്പേ എല്ലാം കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. അതേപോലെ തവിയിട്ട് ഇളക്കാനും പാടില്ല. അപ്പോൾ ഞാൻ നോക്കിക്കേ, നമ്മുടെ മീൻ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല മണമാണ് ഇവിടെ. അപ്പോൾ നമ്മുടെ മീൻ കറി ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ ചേർക്കാത്ത എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ അടുത്ത ദിവസത്തേക്കായിരിക്കും കറക്റ്റായിട്ടുള്ളതിൻ്റെ ടേസ്റ്റ് അറിയുക. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തലേ ദിവസം രാത്രി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ നെക്സ്റ്റ് ഡേ യൂസ് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോഴായിരിക്കും അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. താഴെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ 7 മിനിറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്